അള്ളാന്റെ പ്രവാചകന്റെ വഫാത്തിന്റെ പേരിൽ ഒരു ആഘോഷമോ അല്ലെങ്കിൽ ജനനത്തിന്റെ പേരിൽ ഒരു ആഘോഷമോ ഇസ്ലാമിന് ഇല്ല. അതായത് സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് കടമെടുത്തുകൊണ്ടാണ് ഇവര് നബിദിനാഘോഷത്തിന്റെ തെളിവാണ് എന്ന് നമ്മോട് അവകാശപ്പെടുന്നത്. അതായത് അള്ളാഹു താല നമുക്ക് തന്ന വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞ അനുഗ്രഹത്തെ കുറിച്ചാണ് അള്ളാഹു താല അവിടെ റഹ്മത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സത്യം മനസ്സിലായി കഴിഞ്ഞാൽ ഈ സഹോദരന്റെ വാക്ക് കേട്ടുകൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർഷത്തെ നബിദിനാഘോഷത്തിൽ നിന്നും ഞാൻ മാറി നിൽക്കുകയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. കാരണം നമ്മുടെ വാപ്പകാരണന്മാരെന്ന് മരിക്കുന്ന സമയത്ത് നമ്മൾ ആരും വർഷം തികയുമ്പോൾ എന്റെ ബാപ്പാ സിന്ദാബാ, എന്റെ ബാപ്പാ സിന്ദാബാ എന്ന് പറഞ്ഞുകൊണ്ടല്ല സ്നേഹം പ്രകടിപ്പിക്കാറ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചെന്നറിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞതാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അതുപോലെ ഇന്ന് മുത്തുനബിയുടെ ജന്മദിനമായെന്നറിയുമ്പോൾ ഇന്ന് നമ്മളുടെ പള്ളികളിൽ, നമ്മളുടെ വീടുകളിൽ മൗലിദുകൾ ഓതി മാല ബൾബുകൾ വിധാനിച്ച് സന്തോഷത്തിൻ്റെ പ്രകടനം നടത്തുമ്പോൾ ഒരുപറ്റം ആളുകൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ പൊട്ടിക്കരയുന്ന രംഗങ്ങൾ നാം കാണുകയാണ്. ഇവരെ പിന്നെ ഏതു കൂട്ടരുടെ കൂട്ടത്തിൽ നാം ചേർത്തി പറയണം? ഇനി നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ഇവിടെ ഈ ചങ്ങാതി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്ത് കൊണ്ടുവന്നിട്ട് അവിടെ മുത്തുനബിയുടെ പേരിലുള്ള സന്തോഷമാണ് റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശമെന്ന് നമ്മൾ പറയുന്നു പോലും. ഇത് ഞങ്ങൾ ആരുടെയും കീശയിൽ നിന്നെടുത്ത കടലാസ് കൊണ്ട് സമൂഹത്തിന് മുമ്പിൽ പറയുന്നതല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്ന് എന്നെ കേൾക്കുന്നവർക്ക് ചിന്തിക്കാം. റഈസുൽ മുഫസ്സിരീനാണ്, ഖുർആൻ പണ്ഡിത ലോകത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അവിടുന്ന് റൂഹുൽ മആനിയിൽ പറഞ്ഞ ആ വാചകം ഞാനിവിടെ കാണിക്കുകയാണ്. അവിടെ ഖുൽ ബിഫളില്ലാ, അള്ളാഹുവിൻ്റെ ഫള് കൊണ്ടുള്ള ഉദ്ദേശം അറിവിൻ്റെ ലോകത്തിനെയാണ്, വിജ്ഞാനത്തിനെയാണ്. അവിടുന്ന് പറയുന്നു വബിറഹ്മതിഹി, റഹ്മത്ത് കാരുണ്യം കൊണ്ട് ഉദ്ദേശിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് തിരിയാത്ത ഒന്ന് ഇന്നത്തെ ഇജാതി സാധനങ്ങൾക്കൊക്കെ തിരിഞ്ഞെന്ന് ഏത് മനുഷ്യനാണ് വിശ്വസിക്കുക? എന്നിട്ട് രസോദല്ല, അദ്ദേഹം കാണിച്ച ആയത്തുകൾ ഇവിടെ ഒന്ന് നോക്ക്. സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്തിൽ ഖൈറുൻ ഖൈറുൻ എന്ന് 2 തവണ. അത് ഏതു ഖുർആനിലാണ് അങ്ങനെ എഴുതിയത്? ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഇവര് നോക്കുന്നതും ഇവരുടെ പരിഭാഷയും ഇവരുടെ ഹൃദയത്തിലുള്ളതും ഒക്കെ പൊട്ടത്തെറ്റാണ്. സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴെങ്കിലും ചങ്ങാതി നേരായ രീതിയിൽ ഒരു ആയത്ത് കാണിച്ചിട്ട് പറയാമല്ലോ. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്രാവശ്യത്തെ നബിദിനത്തിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കണമെന്ന്. ആ പൂതിയൊക്കെ നിങ്ങളുടെ ആപ്പീസിൽ പോയി അങ്ങ് പറഞ്ഞാൽ മതി. എന്റെ ബാപ്പാ സിന്ദാബാ, എന്റെ ബാപ്പാ സിന്ദാബാന്ന്. എന്റെ പൊന്നു ചങ്ങാതി, ഇവിടെ ആരാണ് മുത്തുനബിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് മുത്തുനബിയുടെ പേരിൽ റാലികൾ സംഘടിപ്പിക്കുമ്പോൾ പുന്നാര നബിയെ സിന്ദാബ, പുന്നാര നബിയെ സിന്ദാബ ആരാണ് പറയുന്നത്? ഇതൊക്കെ കേവലം സമൂഹത്തിന്റെ മുമ്പിൽ പൊട്ടീസാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുറെ ആൾക്കാരാണ്.